ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇൻ്റെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പള്ളിയിലാണ് കേട്ടോ. ഇത് റംളാൻ മാസവും വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട് പള്ളിയിൽ. അത്യാവശ്യം തിരക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ബാക്കിലാണ് കിട്ടിയത്. ഞാൻ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ഖബറിലും കൂടി പോയിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിലായി. അപ്പം എല്ലാ വെള്ളിയാഴ്ചയും രണ്ടിടത്തും മാക്സിമം പോകാൻ നോക്കാറുണ്ട്. ഇവിടെ പള്ളിക്കലാണ് കാക്കൂൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ എപ്പോഴും പറ്റാറില്ല, ലാബൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ പറ്റുന്ന അപ്പോഴൊക്കെ ഞാൻ ഓടി ചെല്ലാറുണ്ട് ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്ത്. പിന്നെ ഇന്നിപ്പം അവിടെ പോയി വന്ന് ഇവിടെ പള്ളിക്ക് കൂടി ഇവിടെ ഉപ്പാൻ്റെയൊക്കെ ഖബർ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് ലാബിലേക്ക് തന്നെ പോകണം. പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം സർപ്രൈസായിട്ട് പോകുമ്പോൾ താത്താൻ്റെ വീട്ടിലേക്ക് ഒരു നോമ്പ് തുറക്കാൻ പോയാലോ എന്നൊരു പ്ലാൻ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയരുത് എന്ന് ഉമ്മാനോട് പറഞ്ഞിരിക്കണം. ഉമ്മ പറഞ്ഞിരിക്കണോ എന്ന് എനിക്കറിയില്ല. അപ്പം അവിടെ പിന്നെ ഓൾറെഡി എല്ലാവരും പള്ളിക്ക് പോയാണ് നോമ്പ് തുറക്കുക. പോകുമ്പോൾ താത്ത മാത്രമേ ഉമ്മ ഉണ്ടായതുകൊണ്ട് വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള സാധനമൊക്കെ കുറച്ച് ഞാൻ തന്നെ വാങ്ങിക്കൊണ്ടുപോകാം, എന്നിട്ട് സർപ്രൈസായിട്ട് ചെല്ലാം എന്നാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ലാബിലേക്ക് വന്നു. ലാബിൽ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊതുവേ നോമ്പായതുകൊണ്ട് ടെസ്റ്റൊക്കെ കുറവാണ്. ആൾക്കാർ പൊതുവേ അങ്ങാടിക്ക് ഇറങ്ങണമൊക്കെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ദാ ഞാൻ ഈ ടെസ്റ്റും കാര്യം കഴിഞ്ഞതിൻ്റെ ഇടയിൽ കുറച്ച് എക്സ്റേ ഒക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ തിരിച്ച് പോവുകയാണ്. ഓൾറെഡി നല്ല നേരം വൈകി ഒരു 5:45 ഞാൻ ലാബിൽ നിന്ന് പോണത്. 6 മണിക്കാണ് വീട്ടിലെത്തിയപ്പോൾ. പിന്നെ വീട്ടിൽ നിന്ന് സോനുവിനെയും പാച്ചുവിനെയും കൂടി പിക്ക് ചെയ്താണ് ഇനി ഞാൻ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നത്. ഇപ്പം ഞാൻ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പൂളപ്പാടത്തേക്ക് സർപ്രൈസായിട്ട് ഞാനും സോനും പാച്ചും തുറക്കാൻ പോവാണ്. ഓൾക്ക് അറിയില്ല ഞങ്ങൾ ചെല്ലണം. ഇപ്പം സമയം ഒരു 6 മണി ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പള്ളിക്ക് പോയാണ് തുറക്കല്. പൂമ്പോട്ടാത്ത മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾക്ക് തുറക്കാനുള്ളതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് തുറവിക്കാണ് പോണത്. അപ്പോൾ അവിടെ പോകുമ്പോൾ അറിയാം എല്ലാവരും എക്സ്പ്രഷൻ എന്താണെന്ന്. അറിയില്ലല്ലോ മോൾക്ക്. അപ്പൊ ഞങ്ങള് പൂളപ്പാടത്തേക്ക് വന്നിക്കണം. അപ്പൊ അമ്മ ഞങ്ങള് മയിലിനെ കണ്ടിടാ അവിടുന്ന്. ആണോ? സർപ്രൈസ് ആയി വന്നപ്പോ പോലെ എങ്ങനെയോ അറിഞ്ഞിക്കണം. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കാതെ വന്നാലും അടിപൊളി വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിനി നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇനി വെയിറ്റ് ചെയ്യാണ്. ബാങ്ക് കൊടുക്കാനായി. ഞാൻ പൂമോൾത്താത്ത ഇപ്പം അമ്മമ്മ മാത്രമേ ഉള്ളൂ കിടപ്പുള്ള കേട്ടോ. പാച്ചു പോലെ എല്ലാവരും പള്ളിക്കോയൊക്കെ പള്ളിക്കോ പോയിട്ടാണ് തുറക്കല്. പള്ളിക്ക തുറക്കാത്തോലൊക്കെ ഇവിടെ വന്ന് തുറക്കണ്ടോ? നിങ്ങള് പള്ളിക്കൊന്ന് തുറന്നു തന്നെയല്ലേ? അവിടെ എന്തൊക്കെ ഉണ്ടേനി? അതാ ഒന്നോനും കൊടുത്ത ഇതാണ് രസം. എന്തോ ഇരിക്കേ. അവിടെ എന്തൊക്കെ ഉണ്ടേനിടാ പള്ളിക്ക് എന്തൊക്കെ ഉണ്ടേനി? അത്രേ ഉള്ളൂ. ആണോ? അപ്പൊ നാളെ വരണ്ടല്ലോ പാച്ച നമ്മള് പള്ളിക്കൽ നാളെ ബിരിയാണി. പിന്നെ അനക്ക് എത്ര നോമ്പുണ്ട്? എത്ര നോമ്പ് പറ്റൂ? 1 പറ്റോ? ആദ്യം എത്ര നോറ്റു? അങ്ങനെ അവിടുന്ന് നോമ്പൊക്കെ തുറന്ന് രാത്രി പോരുന്ന വഴിക്കാണ് നമ്മൾ എണ്ണ കഴിഞ്ഞിരിക്കണത് എന്നുള്ള ഒരു വിവരം അറിഞ്ഞത് കേട്ടോ. പമ്പിലൊക്കെ പിന്നെ വണ്ടിയിൽ ഓൾറെഡി എണ്ണ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ എളുപ്പം പോയി വണ്ടി കുറച്ച് എണ്ണ അടിച്ചിട്ടുണ്ട്. ഒരു കുപ്പിയിലും കുറച്ച് എണ്ണ വാങ്ങി. അപ്പോൾ നിങ്ങളൊക്കെ എണ്ണ അടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി അടിച്ചോളൂ. എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു വണ്ടി 2 ദിവസം കഴിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പോയി എണ്ണയൊക്കെ അടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയത്. പിന്നെ പാച്ചു പോകുന്നില്ല കേട്ടോ, അവിടെ ആദ്യം ഉണ്ടായതുകൊണ്ട് അവൻ അവിടെ കരഞ്ഞു നിന്നു. ഇനിയിപ്പം അടുത്ത ദിവസം പോയി അവനെ കൊണ്ടുവരണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീട്ടിൽ എണ്ണയൊന്നും ഇല്ലെങ്കിൽ പോയി കുറച്ച് എണ്ണയൊക്കെ വാങ്ങി വയ്ക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.